ക്യാമറയുടെ മുന്നിൽ വരുന്ന 5 മിനിറ്റോ 10 മിനിറ്റോ അവർ ഒന്ന് അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. കൺമണിക്ക് മനസ്സിലായി ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ താൻ ബിസിനസ് ക്ലാസ് ആണെന്നൊന്നും ആൾക്കാർ നോക്കില്ല, തനിക്ക് എക്കണോമിക് ക്ലാസ് ടിക്കറ്റ് എടുത്ത് വീട്ടിൽ പറഞ്ഞു. ഹലോ, വഴക്കുണ്ടാക്കുക എന്നാണല്ലോ ബിഗ് ബോസിലെ പ്രധാന കണ്ടന്റ്. അതുകൊണ്ട് തന്നെ എപ്പിസോഡ് 40 തുടങ്ങിയതും വഴക്കോട് കൂടി തന്നെയാണ്. എപ്പിസോഡ് 39 അതും വഴക്കോട് കൂടി തന്നെയായിരുന്നു തുടങ്ങിയത്. തലേന്ന് രാത്രിത്തെ വഴക്കായിരുന്നു അത്. ഇത് രാവിലെ തന്നെ വഴക്ക് തുടങ്ങി. വഴക്ക് ജിൻഡോയും ജാസ്മിനും തമ്മിൽ. പിന്നെ ജാസ്മിൻ ഒരു സൈഡിലാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ബുള്ളി ഗ്യാങ് അണിനിരക്കും എന്നാണ് ഈയിടെയായിട്ട് കാണുന്ന ഒരു കാഴ്ച. ഈ ബുള്ളി ഗ്യാങ്ങിന്റെ നേതാവ് സിബിനാണ്. സിബിൻ നല്ല മനോഹരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൾക്കാരെ പറഞ്ഞു പറ്റിക്കാനും ആൾക്കാരെ കൊണ്ട് കാര്യം ചെയ്യിച്ചെടുക്കാനുള്ള കഴിവ് അപാരമായിട്ടുണ്ട് സിബിന്. നല്ല രീതിയിൽ മാനേജ്മെന്റ് അറിയാവുന്ന, ഡിപ്ലോമസി അറിയാവുന്ന ഒരാളാണ്. മറ്റേയാൾക്ക് മനസ്സിലാവില്ല ഇയാളെ കൊണ്ട് പണി ചെയ്യിക്കുകയാണെന്ന്. നല്ല രീതിയിൽ പണി കൊടുക്കുകയായിരിക്കും, അത് അയാൾക്ക് മനസ്സിലാവില്ല, അയാളെ കൊണ്ട് ചെയ്യിക്കും. ജിൻഡോയൊക്കെ മനോഹരമായിട്ടാണ് സിബിൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ ആരുടെയെങ്കിലും വാലായിട്ട് നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഋഷി ഇപ്പോൾ സിബിന്റെ വാലാണ്. ആരുടെയെങ്കിലും വാലായിട്ട് ഋഷിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഋഷിക്ക് സ്വന്തമായിട്ട് പലപ്പോഴും ചിന്തകളോ തീരുമാനങ്ങളോ ഉണ്ടാകുന്നത് കാണാറില്ല. പലപ്പോഴും ഉണ്ടാകുന്ന തീരുമാനങ്ങളോ ഉണ്ടാകുന്ന ചിന്തകളോ ഒക്കെ മണ്ടത്തരങ്ങളായിരിക്കും. അപ്പോൾ കുറെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, കുറെ സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ് ഋഷി. അപ്പോൾ ഋഷിക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ അൻസിബ ആയിരുന്നു സപ്പോർട്ട്. അൻസിബ ഇപ്പോൾ വേറെ ടീമിലാണ്, ഋഷി പവർ ടീമിൽ. അതുകൊണ്ട് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ സിബിനാണ് ഋഷിയുടെ സപ്പോർട്ട്. ഋഷിക്ക് സപ്പോർട്ടിന് വേണ്ടി സിബിനെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. എന്തായാലും രാവിലെ അടി തുടങ്ങിയത് ടിഷ്യൂ പേപ്പർ ബെഡിൽ ഇട്ടു എന്ന പേരിലാണ്. ടിഷ്യൂ പേപ്പർ ബെഡിൽ കിടക്കുന്നു എന്ന് ജിൻഡോ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം നമ്മുടെ ജാസ്മിൻ എഗ്രി ചെയ്തില്ല. ജാസ്മിൻ പറയുന്ന എവിടെ ടിഷ്യൂ പേപ്പർ കളഞ്ഞാലും അത് എൻ്റെ പേരിലാണ് വരുന്നതെന്നാണ്. സത്യത്തിൽ ഈ കാര്യങ്ങളിൽ ഒരു മെജോറിറ്റി ചെയ്യുന്നത് ജാസ്മിൻ തന്നെയാണ്. ജാസ്മിന് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് അവിടെ ഇവിടെ കളയും. പിന്നെ 1-2 തവണ ജാസ്മിൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ആരെ കളഞ്ഞാലും അത് ജാസ്മിന്റെ പേരിൽ വരുന്നുണ്ട് എന്ന് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും ഇത്തവണ ജിൻഡോ പറഞ്ഞപ്പോൾ ഉടനെ എതിർത്തു, ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല ഇങ്ങനെ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ജിൻഡോ പറഞ്ഞു നിന്റെ ബെഡിലാണ് കിടക്കുന്നത്. അത് പറഞ്ഞ പിന്നെ ജാസ്മിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാനാണ്? കള്ളൻ പിടിക്കപ്പെട്ടു പോയില്ലേ? പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ജാസ്മിൻ അടിച്ചു നിന്നേനെ. ജാസ്മിൻ യാതൊരു കൂസലും ഇല്ല. ആരുമായിട്ട് വേണമെങ്കിലും ജാസ്മിൻ അടിച്ച് പിടിച്ചു നിൽക്കും. അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയർ ആണ്. അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു മെന്റൽ എബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ജാസ്മിൻ. അത് ഞാൻ മുമ്പത്തെ വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള പോലെ ഈ വീട്ടിൽ നിന്നുള്ള ഇൻഫർമേഷൻ, വീട്ടിൽ നിന്നുള്ള മെസ്സേജസ് വന്നതിന് ശേഷം, പുറത്തുനിന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ജാസ്മിൻ വീക്കായത്. അതല്ലെങ്കിൽ ജാസ്മിൻ ഒരിക്കലും വീക്ക് അല്ലായിരുന്നു. എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വരുമ്പോൾ ജിൻഡോ സിബിനോട് പറയുന്നുണ്ടായിരുന്നു ഇവൾ ബാത്റൂമിലും ചെരുപ്പിടാറില്ല, ആ ചെരുപ്പിടാതെയാണ് ബാത്റൂമിൽ കയറുന്നത്, എന്നിട്ട് അതേ കാലം കൊണ്ട് വന്ന് ബെഡിലിരിക്കും, സോഫയിലിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനെ രാവിലെ തന്നെ ഉണർന്നെണീറ്റാൽ നോറ ചുറ്റും നോക്കി നടക്കാണ് വള്ളി എവിടെയാണ് പിടിക്കുന്നതെന്ന്. എവിടെയെങ്കിലും വള്ളി പിടിക്കും, വഴക്കുണ്ടാക്കും, അതിനുശേഷം പോയി നിന്ന് കരയും. അതാണ് നോറയുടെ സ്ഥിരം പരിപാടി. നോറ ചിന്തിക്കുന്നത് കരഞ്ഞ് നിലവിളിച്ച് സെന്റിമെന്റ്സ് ഉണ്ടാക്കി ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടാം എന്നായിരിക്കാം. പക്ഷേ ഒരു പരിധിയിലപ്പുറം കരയുന്നതിന് നമുക്കും ഇറിറ്റേഷൻ, അരോചകത്വം ഉണ്ടാക്കും. ദിവസവും നിങ്ങൾ ലൈവ് കാണുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ അതിൽ നോറയുടെ കരച്ചിലായിരിക്കും. നോറയുടെ കരച്ചിൽ വരുന്ന സമയം ഞാൻ മ്യൂട്ട് ചെയ്ത് വെക്കുകയാണ് പതിവ്. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ പലതും നമുക്ക് കണക്റ്റും ആവില്ല. അവർ എന്തൊക്കെയോ പറഞ്ഞ് കണ്ടിന്യൂസ്ലി കരഞ്ഞുകൊണ്ടിരിക്കും. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണത്. ഓവറായിട്ട് കരയും. ഇവിടെയും കരയാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്ന് വിചാരിച്ചാണ് നോറ വള്ളി കയറി പിടിച്ചത്. എന്നെയാണ് പറയുന്നത്, ഞാനിവിടെ ചെരുപ്പിടാതെ നടക്കുന്നു, ഞാനാണ് ചെരുപ്പിടാതെ നടക്കുന്ന ആൾ, എന്നെയാണ് പറയുന്നത്. അപ്പം ജിൻഡോ പറഞ്ഞു നിന്നെയല്ല ജാസ്മിനെയാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും ജാസ്മിൻ വന്നു, അവർ തമ്മിൽ പിന്നെ തർക്കമായി. ജാസ്മിൻ ഒരു കാര്യമുണ്ട്, ഒരൊപ്പം ഹൈജീനിൽ പിന്നോട്ടാണ് ജാസ്മിൻ. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ജാസ്മിൻ ഈ കുളിമുറിയിൽ അല്ലെങ്കിൽ ബാത്റൂമിൽ ചെരുപ്പിടാതെ പോയിട്ട് ജാസ്മിൻ പറയുന്നതിന് ശേഷം കാല് കഴുകിയിട്ടാണ് വരുന്നതെന്നാണ്. എന്നിരുന്നാലും മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ബെഡാണ്, മറ്റുള്ളവർ ഉപയോഗിക്കുന്ന സോഫയാണ്. അവിടെയൊക്കെ കാല് കഴുകാതെ ഇരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് കുറച്ചു പേർക്കെങ്കിലും ഒരു വല്ലായ്മ ഉണ്ടാക്കും, ഒരു ഡിസ്റ്റർബൻസ് ആണ്. ഒരു കാണുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും. അതേപോലെ തന്നെ ഈ ബെഡ് ഒരാളുടെ സ്വന്തമല്ലല്ലോ, പലരും പല ബെഡാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ടണൽ ടീമിൽ നിന്ന് ഡെന്നിലേക്ക് പോകുന്ന ഒരാൾ ഉപയോഗിക്കുന്ന ഡെന്നിൽ മുമ്പ് ഉണ്ടായിരുന്നവർ ഉപയോഗിച്ചിരുന്നതായിരിക്കും. അപ്പോൾ ഈ ജാസ്മിൻ ഉപയോഗിക്കുന്ന ബെഡ് മറ്റൊരാൾക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ഹൈജീൻ ഇഷ്യൂ എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ചിലർക്കെങ്കിലും അത് വല്ലായ്മ, ഒരു മനസ്സിലൊരു വല്ലായ്മ ഉണ്ടാകും. ഇപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അപ്സരയും രശ്മിനും എല്ലാം ജാസ്മിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ജാസ്മിൻ കേട്ടില്ല, മാപ്പും പറഞ്ഞില്ല, കാല് താഴെയും വെച്ചില്ല. ജാസ്മിന് എപ്പോഴും പിടിക്കുന്ന മുയലിന് 3 കൊമ്പാണ്. അപ്പോൾ എന്തായാലും ജിൻഡോ നോക്കിയപ്പോൾ ഗ്രൗണ്ട് സപ്പോർട്ട് നല്ല രീതിയിലുണ്ട്.
നമ്മുടെ നാട്ടിലൊക്കെ ചിലരുണ്ടല്ലോ, ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടെന്ന് കണ്ടാൽ പിന്നെ അടിച്ചേ കയറും, പിന്നെ എന്തും ആവാന്നുള്ളൊരു ചിന്ത വരും. ജിൻഡോ അക്കൂട്ടത്തിലാണ്. ജിൻഡോ നോക്കിയപ്പോൾ ചുറ്റും നല്ല സപ്പോർട്ട്, ജാസ്മിന്റെ സുഹൃത്തായ രശ്മിൻ പോലും തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അവന്റെ വിടേണ്ട കാര്യമുണ്ടോ? പിന്നെ ജിൻഡോ അങ്ങ് ഹീറോ കളിക്കാൻ തുടങ്ങി. ചെന്ന് ക്യാമറയുടെ മുന്നിൽ ചെന്ന് പറഞ്ഞു ജാസ്മിന് ഒരു ചെരുപ്പ് കൊടുക്കണം. ജാസ്മിന് ചെരുപ്പില്ലാതെ കാരണം അഴുക്ക് പിടിച്ച കാലുമായിട്ട് ബാത്റൂമിൽ പോയ അതേ കാലോടുകൂടി കാല് ക്ലീൻ ചെയ്യാതെ വന്നിരുന്ന സോഫയിലൊക്കെ ഇരിക്കുന്നുണ്ട്, ഒരു ചെരുപ്പ് കൊടുക്കണം. ബാത്റൂമിൽ പോയിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. ബാത്റൂമിൽ പോയിട്ട് അതിന്റെ മുകളിൽ കയറി കുത്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ കളിച്ച് പറഞ്ഞു വന്നപ്പോൾ കൺട്രോൾ പോയി. കാരണം ഇത്രയും സപ്പോർട്ടല്ലേ, അത് വിട്ടുകളയാൻ പറ്റൂ. ഇത്രയും സപ്പോർട്ട് കിട്ടുമ്പോൾ ആ ഒരു കണ്ടന്റിന്റെ വാല്യൂ ഭയങ്കരമല്ലേ. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളവർ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ പുറത്തുള്ളവർക്കും തോന്നുമല്ലോ ജിൻഡോ ആണ് മഹാനെന്ന്. അപ്പൊ എന്തായാലും ആ പറഞ്ഞതിൽ ഇത്തിരി കൂടിപ്പോയി. അപ്പൊ ഇത് നോക്കിയിരിക്കുകയായിരുന്നു ഗബ്രി. എവിടെയാണ് ചാൻസ്? തനിക്ക് കയറാനായിട്ട് ഒരു ചാൻസ് ഇല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഗബ്രി. സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കളത്തിന് പുറത്ത് വന്നിരിക്കുകയായിരുന്നു. നോക്കിയപ്പോൾ ദേ കിടക്കുന്നു ചാൻസ്. ജിൻഡോ തന്നെ ചാൻസ് കൊടുത്തു. ആ പറഞ്ഞത് ശരിയല്ല. താൻ അതിനർത്ഥം അവൾ ബാത്റൂമിൽ പോകുമ്പോൾ ഒളിഞ്ഞു നോക്കുന്നു എന്നല്ലേ? വാവ്. ഗബ്രിക്ക് പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഇത് കിട്ടിയാൽ മതി, അത് വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കാൻ ഗബ്രിക്ക് നല്ല കഴിവാണ്. ഗബ്രിക്ക് നല്ലപോലെ സംസാരിക്കാനും അറിയാം. അതുകൊണ്ട് കാര്യങ്ങളെ പെട്ടെന്ന് വളച്ചൊടിച്ച് വേറെ രീതിയിലൊക്കെ ആക്കി കളയും. പിന്നെ അത് പറഞ്ഞ് രണ്ടുപേരും വഴക്കായി. മനോഹരമായ ദിവസമായിരുന്നു അത്. ആകെ മനോഹരമായിരുന്നു രണ്ടുപേരും തമ്മിലുള്ള വഴക്ക്. അപ്പോൾ ഗബ്രി അവിടെ തനിക്കുള്ള സ്ക്രീൻ സ്പേസും ഉണ്ടാക്കി. അതെല്ലാം കഴിഞ്ഞ് ചാലഞ്ചിനുള്ള സമയം. ചാലഞ്ച് വന്നപ്പോൾ ഈ 3 ടീമുകൾ നെസ്റ്റ്, ഡെൻ, 3 പേർക്കും 2-2 പോയിന്റ് ആണ്. അപ്പോൾ ഇവരിൽ ആരുമായിട്ട് തങ്ങൾക്ക് ഏറ്റുമുട്ടണമെന്ന് പവർ ടീമിന് തീരുമാനിക്കാം എന്നൊരു ഓപ്ഷൻ ബിഗ് ബോസ് കൊടുത്തു. അപ്പോൾ ഇവർ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ജാൻമണി പറയുന്ന ടീം വേറെയാണ്, സിബിൻ പറയുന്നത് നമുക്ക് നെസ്റ്റുമായിട്ട് ഏറ്റുമുട്ടാന്നാണ്. നെസ്റ്റിലുള്ളത് നമ്മുടെ സായി, അഭിഷേക്, നന്ദന ഇവരൊക്കെയാണ്, നോറ ഇവരൊക്കെയാണ്. അപ്പോൾ ജാൻമണിക്ക് അതിന് താല്പര്യമില്ല. ജാൻമണി പറയുന്നത് അഥവാ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഒന്നും മിണ്ടില്ല എന്നാണ്. ജാൻമണിക്ക് ഭയങ്കര അധികാരം ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഒരു ജാൻമണിയുടെ ഒരു കാര്യം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അന്ന് കഴിഞ്ഞ ആഴ്ച എവിക്റ്റായി ടിക്കറ്റ് എടുത്ത് കൊടുക്കുമെന്ന് വന്നതിന് ശേഷം ജാൻമണി ഡീസന്റ് കുട്ടിയാണ്. ജാൻമണി അന്വേഷിച്ച് വഴക്കുണ്ടാക്കിയിട്ടില്ല. നോറയ്ക്ക് മാപ്പ് കൊടുത്തെന്നാണ് തോന്നുന്നത്. നോറ പോകുന്ന വഴി നോക്കാറില്ല ജാൻമണി ഈയിടെയായിട്ട്. നോറയായിട്ട് വഴക്കുണ്ടാക്കാറില്ല. ഇന്നത്തെ എപ്പിസോഡിൽ എന്തോ വഴക്കുണ്ടെന്ന് തോന്നുന്നത്. ലൈവിൽ ചെറിയൊരു വഴക്കിന്റെ ഇതുണ്ടായിരുന്നു. ബട്ട് അതും അവിടെയും ജാൻമണി ഒഴിഞ്ഞു പോയി. നോറ നിന്നെ അല്ല, ഒരു പ്രശ്നം വന്നപ്പോൾ നോറ ഏറ്റുപിടിച്ചു എന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് അപ്പോൾ ജാൻമണി പറഞ്ഞു നിന്നെ അല്ല പറഞ്ഞതെന്ന്. എന്തായാലും നോറയെ ഒഴിവാക്കി ഒരു സൈഡിലൂടെ പോവുകയാണ് ജാൻമണി. കാരണം ജാൻമണിക്ക് മനസ്സിലായി ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ താൻ ബിസിനസ് ക്ലാസ് ആണെന്നൊന്നും ആൾക്കാർ നോക്കില്ല, തനിക്ക് എക്കണോമിക് ക്ലാസ് ടിക്കറ്റ് എടുത്ത് വീട്ടിൽ പറഞ്ഞു വിടുമെന്ന്. എന്തായാലും അതുകൊണ്ട് ജാൻമണി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഡീസെന്റ് ആണ്. ഇന്നലെ ഗബ്രിയായിട്ട് ചെറുതായിട്ടൊന്ന് കൊമ്പ് കൊടുത്തു എന്ന് ഒഴിച്ചാൽ ജാൻമണി ഭയങ്കര ഡീസെന്റ് ആണ്. അപ്പോൾ ജാൻമണിക്ക് അധികാരം ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ജാൻമണി പറയുന്നത് തോറ്റു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ആരുമായിട്ടും മിണ്ടില്ല എന്നാണ്. അധികാരമുണ്ടെങ്കിൽ ഭയങ്കര സുഖമല്ലേ, ജോലിയൊന്നും ചെയ്യേണ്ട, എല്ലാവരെയും ഭരിക്കാം. പിന്നെ അഡീഷണൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്ക് ജാൻമണി കിച്ചണിലൊക്കെ പോയി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് ഒരു ഔദാര്യമായിട്ട് കണക്കൂട്ടും. എല്ലാവരും പറയും ജാൻമണി എന്ത് നല്ല വ്യക്തി, ജാൻമണി എന്ത് നല്ല വ്യക്തി, ജാൻമണിയെ പോലെ ഒരാളെ കിട്ടാൻ പ്രയാസമാണെന്ന് കൂടെയുള്ളവർ പറയും. അതൊരു സുഖമാണ്, അത് കേൾക്കുന്ന ഒരു സന്തോഷമാണ് ജാൻമണിക്ക്. എന്തായാലും അവർ തിരഞ്ഞെടുത്ത ടീം നെസ്റ്റ് ബെസ്റ്റ് ആയിരുന്നു. നെസ്റ്റിന്റെ ഫസ്റ്റ് ഗെയിം, നെസ്റ്റുമായിട്ടുള്ള ഫസ്റ്റ് ചലഞ്ച്, ഒരു 3 സെക്ഷൻസ് ഉള്ള 3 ചലഞ്ചസിന്റെ ഒരു സെറ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ സെറ്റില് ബ്രെഡ് തീറ്റി ആയിരുന്നു. ആ ബ്രെഡ് തീറ്റിയുടെ ഇത് വന്നപ്പോൾ ഉടനെ നോറ ചാടി എണീറ്റു. നെസ്റ്റിൽ നിന്ന് നോറ പോകാമെന്ന് ചാടി എണീറ്റു. പക്ഷേ അവളെ പിടിച്ചെടുത്തതിന് ശേഷം അവർ ഡിസ്കസ് ചെയ്ത് സായി പോകാൻ തീരുമാനിച്ചു. ആ ഇതിൽ പവർ ടീമിൽ നിന്ന് വന്ന ഋഷി ആയിരുന്നു. അതിൽ സായി ജയിച്ചു. സായി വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ആ ബ്രെഡ് തീറ്റിയിൽ ജയിച്ചു. അതിനുശേഷം ഈവനിങ്ങിൽ രണ്ടാമത്തെ സെറ്റ് വന്നു. അപ്പോൾ പിന്നെയും നോറ ചാടി എണീറ്റു. അത് വെള്ളം കുടിയായിരുന്നു, ജ്യൂസ് കുടി മത്സരമായിരുന്നു, ഞാണിന്മേൽ കുടി. നോറയ്ക്ക് ഒരു കോൺഫിഡൻസ് കുറവുള്ള ഒരു വ്യക്തിയാണ്. പലപ്പോഴും മത്സരങ്ങൾ വരുമ്പോൾ കോൺഫിഡൻസ് പലപ്പോഴും താഴെ പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്നിട്ടും വോളണ്ടിയർലി ഇങ്ങനെ ചാടി എണീക്കുന്നതിന്റെ അർത്ഥമാണ് മനസ്സിലാവാത്തത്. ചാടി എണീറ്റ് വളരെ കോൺഫിഡൻസിൽ നിൽക്കും, അവിടെ പോയി മാന്യമായിട്ട് തോറ്റിട്ട് വരും. അതാണ് നോറയുടെ ഒരു സ്ഥിരം രീതി. ഇവിടെയും ചാടി എണീറ്റു, മറ്റുള്ളവർ ചോദിച്ചു നിനക്ക് പറ്റുമോ, അതിനുശേഷം പറഞ്ഞു ഓക്കെ. അവൾ കോൺഫിഡൻ്റ്ലി പറഞ്ഞു എനിക്ക് പറ്റും, എനിക്ക് ബാലൻസിങ് ഒക്കെ നല്ലതായിട്ടുണ്ട്, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു, കൂടെയുള്ളവർ സമ്മതിച്ചു. കൂടെയുള്ളവർ എതിർപ്പൊന്നും പറഞ്ഞില്ല. പോയി അവിടെ ചെന്നാൽ ആ ഞാണിന്മേൽ കുടി എന്ന ചലഞ്ച് വന്നപ്പോൾ സിബിൻ കണ്ടിന്യൂസ് കുടിക്കുന്നു. ഇവൾ ഒരു തവണ ട്രൈ ചെയ്തതിനു ശേഷം തോറ്റു എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ തോറ്റു എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് നോറ നിന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
അവളുടെ മുഖത്തുണ്ടായിരുന്നു താൻ തോറ്റു എന്ന് അവൾ തീരുമാനിച്ച കാര്യം. പിന്നെ അവൾ ശ്രമിച്ചതേയില്ല, ശ്രമിക്കുന്ന പോലെ കാണിച്ചു എന്ന് മാത്രം. ഇങ്ങനെ ശ്രമിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഒരു ടീമിനെ മുഴുവൻ ബലിയാടാക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വോളണ്ടിയർലി ഇറങ്ങിച്ചെല്ലുന്നത്? മറ്റുള്ളവരാരെങ്കിലും പോകുവായിരുന്നല്ലോ. എന്തായാലും അത് നല്ല രീതിയിൽ തോറ്റു. ഒരു ഗ്ലാസ് പോലും നോറ കുടിച്ചില്ല എന്നതാണ്. അതിനുശേഷം വന്നിട്ട് പിന്നെ സെന്റിമെന്റലാണ്. ഒന്ന് സ്ക്രീൻ സ്പേസിന് വേണ്ടി മത്സരത്തിന് ചാടി ഇറങ്ങി, അത് കഴിഞ്ഞ് തോറ്റിട്ട് വന്ന് സെന്റി അടിയാണ്. എന്നെ കാണും, ഗ്രൂപ്പ് തോറ്റു, ഞാൻ ഒറ്റയ്ക്കുള്ള എൻ്റെ ഇൻഡിവിജ്വൽ ഗെയിമാണ്, നിങ്ങൾ കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ എന്നെ കാണുമല്ലേ ഗ്രൂപ്പ് തോറ്റു, ഭയങ്കര സെന്റി. നിങ്ങൾക്കത് അങ്ങനെ സെന്റി അടിക്കാനാണെങ്കിൽ നിങ്ങൾ ഇറങ്ങരുതായിരുന്നു എന്നാണ് ഫസ്റ്റ് പോയിന്റ്. അതിനുശേഷം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ശ്രമിക്കുക. നിങ്ങൾ തോറ്റു എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തോറ്റു കഴിഞ്ഞു. കാരണം ആ രീതിയിലായിരുന്നു നോറ നിന്നത്. എന്തായാലും മൂന്നാമത്തെ റൗണ്ട് വന്നപ്പോൾ പിന്നെയും ഋഷിയും സായും തമ്മിലായിരുന്നു ഫുട്ബോൾ കളിയായിരുന്നു. അത് ഋഷി തന്നെ ജയിച്ചു. അങ്ങനെ പവർ ടീം കണ്ടിന്യൂ ചെയ്യാണ്. അപ്പം ഇതായിരുന്നു ഇന്നലത്തെ സംഭവം. പിന്നെ അതിനുശേഷം രാത്രിയായപ്പോൾ സ്കീ ചലഞ്ച് വന്നു. സ്കീ ചലഞ്ചിലും പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിലും ഗബ്രിയുടെ ടീമും ജാസ്മിന്റെ ടീമും തമ്മിലായിരുന്നു മത്സരം. അത് ഗബ്രിയുടെ ടീം ജയിച്ചു. അവിടെയും നോറയുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇറ്റ്സ് സ്കീ ടൈം എന്ന് പറഞ്ഞ് തുടങ്ങണമായിരുന്നു. അങ്ങനെ പറയാത്തത് കൊണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഗബ്രിയുടെ ടീം ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചത്. നോറയ്ക്ക് ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി അപ്രോച്ച് ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ തോൽക്കുന്ന അനുഭവമായിരിക്കും. രണ്ടാമത്തെ കാര്യം, എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുകയാണെന്ന് തോന്നലുണ്ടാവും. നമ്മളെ കുറ്റപ്പെടുത്താത്ത അവസരങ്ങളിൽ പോലും നമ്മൾ ചിന്തിച്ച് ഊഹിച്ചെടുക്കും നമ്മളെ കുറ്റപ്പെടുത്തുകയാണെന്ന്, നമ്മൾ വീക്കാണെന്നും നമ്മൾ കഴിവില്ലാത്തവരാണെന്നും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല. ഓഫ് കോഴ്സ് നോറ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, അതാണ് ഇതാണ് എല്ലാമായിരിക്കാം. പക്ഷെ അതൊക്കെ വെറും ഒരു മൂടുപടം മാത്രമല്ലേ, അല്ലാതെ യഥാർത്ഥ ജീവിതമല്ലല്ലോ. ക്യാമറയുടെ മുന്നിൽ വരുന്ന 5 മിനിറ്റോ 10 മിനിറ്റോ അവർ ഒന്ന് അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മറ്റു രീതിയിലല്ലേ. നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ കാണുന്ന ഒരു യഥാർത്ഥ ജീവിതമാണ്, ഒരു സൊസൈറ്റിയുടെ പരിച്ഛേദമാണ് അവിടെ കാണുന്നത്. അവിടെ നോറ ഒരു തോൽവി തന്നെയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. കാരണം എല്ലാ പ്രശ്നങ്ങളും തൻ്റേത് മാത്രമാണെന്നും തനിക്ക് മാത്രമാണ് പ്രശ്നങ്ങളുള്ളതെന്നും എല്ലാവരും തന്നെ ടാർഗറ്റ് ചെയ്തെന്നും പറഞ്ഞ് വരുത്തി തീർത്ത് മുന്നോട്ട് പോവുകയാണ്. അല്ലെങ്കിൽ പറഞ്ഞു വരുത്തി തീർത്ത് അവിടെ കരഞ്ഞു മെഴുകുകയാണ് നോറ. ആ കരച്ചിൽ കാണാൻ ഒട്ടും സുഖമില്ല. നോറയെ പരിചയമുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നല്ല കാര്യമായിരുന്നു ഇറങ്ങി വന്നതിന് ശേഷം. കാരണം ജീവിതത്തിലും ഇങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ നോറയ്ക്ക് നല്ലൊരു അഡ്വൈസറുടെ ആവശ്യമുണ്ട്. അത് അവർ പറയുന്നത് നോറ കേൾക്കുമോ എന്നറിയില്ല, പക്ഷെ ഒരു അഡ്വൈസർ അത്യാവശ്യമാണ് നോറയ്ക്ക്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.